ഹായ് ഫ്രണ്ട്സ്, ഫാമിലി ടൈം ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ഞങ്ങളെ വീട്ടിൽ ചക്ക ഒന്നുമില്ല കേട്ടോ, ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ്. ചക്ക ഇങ്ങനെ നെടുക കീറിയിട്ടാണ് പുഴുക്ക് വയ്ക്കുക. നമ്മൾ കറിയൊക്കെ വയ്ക്കും, ചക്കക്കറി. അത് നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അരിയുക, വട്ടത്തിൽ. പക്ഷെ ചക്ക പുഴുക്കിന് നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിയണം. നല്ല മൂത്ത ചക്കയാണ്. ചക്കക്ക് എല്ലാവരും വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണ്ട എല്ലാവരും. അങ്ങനെയുണ്ട് നിലമ്പൂരിൽ ഉള്ള ചക്കപ്പുഴുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് വെച്ച് നോക്കണ്ട എല്ലാവരും. ഓരോരോ നാട്ടിലേക്ക് ഓരോരോ രീതിയല്ലേ, ഓരോരുത്തരുണ്ടാക്കണതും വേറെ വേറെ രുചിയാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണ്ട എല്ലാവരും, എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ പുഴുക്കിന് വേണ്ടിയിട്ടുള്ള ചക്കയൊക്കെ നല്ലോണം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതാണ് ചക്കപ്പുഴുക്കിലേക്ക് ആവശ്യമായ നാളികേരം ചിരകിയത്, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതൊക്കെ ചക്ക എത്ര ഉണ്ടോ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. കുറേ ചക്ക ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ ഇപ്പം എനിക്ക് ഇത്ര ചക്കയുള്ളൂ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3/4 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ ഇത്രയും സാധനങ്ങൾ. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ചക്കയൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വേവുള്ള ചക്കയാണ്, അതുകൊണ്ടാണ് കുക്കറിലിട്ടത്. ഇതിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട. ഇത് വെള്ളമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കണത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലൊഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടട്ടെ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെറും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ടാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചക്ക അവിടെ വേകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. അരയരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക്. ചേർക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുക. അപ്പം നാളികേരം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വേവട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചക്ക എന്തായി നോക്കട്ടെ. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടയ്ക്കൊന്നും ചെയ്യരുത്, ഇത് ഇങ്ങനെ തന്നെ ഇടലാണ് ചക്കപ്പുഴുക്കിന്. അപ്പോൾ നമുക്കിതിൽ ചതച്ച് വെച്ച നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇളക്കിയത് ഉടഞ്ഞല്ലോ.
കറിവേപ്പില ഇട്ടെടുത്ത് നമ്മുടെ ചക്കപ്പുഴുക്ക് ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക റെഡിയായി വന്നിട്ടുണ്ട്, ചക്കപ്പുഴുക്ക്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പിട്ട് കട്ടൻ ചായയും ചക്കപ്പുഴുക്കും കൂടി കഴിക്കാം.